യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ബ്ലാക്ക് മെത്ത് വോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എല്ലാവരും കളിക്കുന്ന ഈ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കമ്പ്യൂട്ടർ തന്നെ മേടിച്ചു. At this moment that he knew. He beep beep beep. നിങ്ങൾ എപ്പോഴെങ്കിലും 3500 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് കിട്ടാവുന്ന ബെസ്റ്റ് മെക്കാനിക്കൽ ഗെയിമിംഗ് കീബോർഡ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടോ? സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ സാധനം വരും. ഇതാണ് ക്രയോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ, നിങ്ങൾ ഇൻട്രോ കണ്ടതുപോലെ തന്നെ ക്രയോ ഹൈവ്. ഇതൊരു 98% കീബോർഡാണ്. എന്താണ് 98% കീബോർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂഷ്വലി നമുക്കറിയാം ഒരു കീബോർഡിൻ്റെ അകത്ത് മേളിലായിട്ട് നമ്പേഴ്സ് വരും, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്പർ പാഡ് വരും അല്ലേ. ഇതെല്ലാം കൂടി ചേർത്ത് ഭയങ്കര വലിയൊരു നീളം കാണും. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കീസും കാണും. എന്നാൽ 100% അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കീബോർഡിനേക്കാളും കോമ്പാക്റ്റ് ആയിരിക്കും. അതാണ് 98% കീബോർഡ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, എന്താണ് മെക്കാനിക്കൽ കീബോർഡ് എന്നുള്ളത്? എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ക്രയോ ഹൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കീബോർഡ് നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ 3 ഓപ്ഷൻസ് കാണിക്കും: റെഡ് സ്വിച്ച്, ബ്രൗൺ സ്വിച്ച്, അതുപോലെ തന്നെ ബ്ലൂ സ്വിച്ച്. എന്താണ് റെഡ് സ്വിച്ച്, എന്താണ് ബ്ലൂ സ്വിച്ച്, എന്താണ് ബ്രൗൺ സ്വിച്ച്? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതൊക്കെ പറയുന്നതിന് മുന്നേ എന്താണ് മെക്കാനിക്കൽ കീബോർഡ് എന്ന് പറയണം. നമുക്ക് 2 തരത്തിലുള്ള കീബോർഡുകൾ കിട്ടും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെംബ്രെയിൻ കീബോർഡ്. പണ്ട് നമ്മൾ കമ്പ്യൂട്ടർ ലാബിൽ പോയിരിക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ടുള്ള കീബോർഡ് ഇല്ലേ, അല്ലെങ്കിൽ ഈ ഓഫീസുകളിലൊക്കെ പോകുമ്പോൾ അവിടെ വെച്ചിട്ടുണ്ടാവും. അത് മാത്രമല്ല, നിങ്ങൾ 500 രൂപ 300 രൂപയൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന കീബോർഡാണ് മെംബ്രെയിൻ കീബോർഡ്. അതിൻ്റെ അകത്ത് ഇതാ ഇങ്ങനത്തെ സൗണ്ട് ഒന്നും വരില്ല. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. സോ മെംബ്രെയിൻ കീബോർഡും മെക്കാനിക്കൽ കീബോർഡും തമ്മിലുള്ള ഡിഫറൻസ്, മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഒരു മെംബ്രെയിൻ കീബോർഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കീസ് എല്ലാം കൂടി ഒരു റബ്ബർ പാഡിൽ കണക്റ്റഡ് ആയിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ റബ്ബർ പാഡ് താഴേക്ക് അമരുകയും ആ റബ്ബർ പാഡ് പോയിട്ട് സർക്യൂട്ട് ബോർഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ടച്ച് ചെയ്യുകയും ചെയ്യും. ആ സർക്യൂട്ട് ബോർഡ് സിഗ്നൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും. എന്നാൽ ഒരു മെക്കാനിക്കൽ കീബോർഡിലേക്ക് വരുന്ന സമയത്ത് ഓരോ കീസും ഇൻഡിവിജ്വലി ആക്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഓരോ കീസും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽസ് ആയിരിക്കും കൊടുക്കുന്നത്. എങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽസ് കൊടുക്കും? ഓരോ സ്പ്രിംഗ് ആക്ഷനുള്ള സ്വിച്ചസ് ആണ് ഈ പറയുന്ന മെക്കാനിക്കൽ കീബോർഡിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ F എന്ന് പറഞ്ഞിട്ടുള്ള കീ അമർത്തി കഴിഞ്ഞാൽ ആ F എന്ന് പറഞ്ഞിട്ടുള്ള സ്വിച്ച് ഡൗൺ ആയതിനു ശേഷം ഒരു സിഗ്നൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് പോയിട്ട് ആ കമ്പ്യൂട്ടർ അത് രജിസ്റ്റർ ചെയ്യും. ഇപ്പോൾ മെംബ്രെയിൻ കീബോർഡ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം, എല്ലാ കീസും കൂടി ഒരുമിച്ച് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഏതെങ്കിലും 1-2 അക്ഷരമോ ഒക്കെ രജിസ്റ്റർ ആവുള്ളൂ. എന്നാൽ മെക്കാനിക്കൽ കീബോർഡിൽ വരപ്പം നേരത്തെ പറഞ്ഞ മെംബ്രെയിൻ പാഡൊന്നും അല്ല, ഇതിനകത്ത് ഓരോ ഇൻഡിവിജ്വൽ സ്വിച്ചസ് ആണെന്ന് പറഞ്ഞില്ലേ, ആ സ്വിച്ചസ് എല്ലാം ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഇതെല്ലാം രജിസ്റ്റർ ആവും. പിന്നെ നമുക്ക് മെക്കാനിക്കൽ കീബോർഡിൽ കിട്ടുന്ന വേറൊരു സാധനമാണ് ഈ ഓരോ കീയും പ്രസ് ചെയ്യുന്ന സമയത്തുള്ള സൗണ്ട്. ഫോർ എക്സാമ്പിൾ, ഇത് കണ്ടോ? ഇത് ആക്ച്വലി ഭയങ്കര സാറ്റിസ്ഫൈങ് ആണെന്നാണ് പലരും പറയുന്നത്. ചിലർ ക്ലെയിം ചെയ്യാറുണ്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ കോഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നവർക്ക് ഈ സൗണ്ട് കേട്ടാലേ അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ഐഡിയ അല്ല എന്നുണ്ടെങ്കിലും ആളുകൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ എക്സ്പീരിയൻസിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാനൊരു മെക്കാനിക്കൽ കീബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമ്മുടെ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ, നിങ്ങൾ സാറ്റിസ്ഫൈങ് വീഡിയോസൊക്കെ കാണൂലേ, അതേപോലെ തന്നെ ഇത് ടൈപ്പ് ചെയ്യുന്ന സമയത്തുള്ള സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് നമ്മൾ ആ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ക്രയോ ഹൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കീബോർഡ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 സ്വിച്ചസിൻ്റെ ഓപ്ഷൻ കാണിക്കും. അതിലേതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം: ബ്ലൂ, റെഡ്, ബ്രൗൺ. എന്താണ് ബ്ലൂ സ്വിച്ച്, എന്താണ് ബ്രൗൺ സ്വിച്ച്, എന്താണ് റെഡ് സ്വിച്ച്? എൻ്റെ കയ്യിലുള്ള ഈ ക്രയോ ഹൈവിൻ്റെ ഏതെങ്കിലും ഒരു കീ എനിക്ക് ഊരിയെടുക്കാൻ പറ്റും. ഒരു കീ ഞാൻ ഇളക്കി കഴിഞ്ഞു. ആ സമയത്ത് ഈ കീബോർഡിൻ്റെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് റെഡ് കളർ ഒരു സാധനമല്ലേ കാണുന്നത്, ഇതാണ് റെഡ് സ്വിച്ച്. സോ ഓരോ സ്വിച്ചിനും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും. നിങ്ങൾ സ്വിച്ച് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സൗണ്ട് വേണം, ഭയങ്കര കാഷ് പുഷ് ആയിട്ട്, അതായത് ഓരോ കീയും പ്രസ് ചെയ്യുന്നത് നാട്ടുകാർ വരെ അറിയണം രീതിയിൽ കളിക്കണം, അല്ലെങ്കിൽ അങ്ങനെ വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലൂ സ്വിച്ചസ് ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ബ്ലൂ സ്വിച്ചസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടാക്ടൈൽ ആയിരിക്കും, ഭയങ്കര ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും, ഭയങ്കര സൗണ്ടും ആയിരിക്കും. അപ്പോൾ ഈ രാത്രി കാലങ്ങളിൽ ഗെയിം കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റേഴ്സോ നിങ്ങളുടെ ബ്രദേഴ്സോ ഒക്കെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ
ഡോറിൻ്റെ അടുത്ത് വന്നിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഗെയിം കളിക്കണം അറിയാൻ പറ്റും. ഇനി നിങ്ങൾക്ക് കുറച്ച് ഫീഡ്ബാക്ക് വേണം എന്നാൽ സൈലന്റ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ബ്രൗൺ സ്വിച്ച്. ബ്രൗൺ സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഉണ്ടാവും എന്നാൽ സൈലന്റ് ആയിട്ടുള്ള കേസ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു കീബോർഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഗോ ഫോർ റെഡ് സ്വിച്ചസ്. ഇതാണ് റെഡ് സ്വിച്ച്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റും. അത്യാവശ്യം ചെറിയ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഭയങ്കര മൈൽഡായിട്ടുള്ള ഫീഡ്ബാക്ക് ആയിരിക്കും. ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും യൂസ് ചെയ്യാനായിട്ട്. റെഡ്, ബ്രൗൺ, ബ്ലൂ എന്നല്ലാതെ ഇഷ്ടം പോലെ സ്വിച്ചസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ ബേസിക് ആയിട്ട് ക്രയോ ഹൈവിൻ്റെ അകത്ത് 3 സ്വിച്ചസേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ: ബ്ലൂ, റെഡ്, ബ്രൗൺ. ഇപ്പോഴും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ബ്ലൂ സ്വിച്ചസ് സൗണ്ട് ചെയ്യുന്നു, എങ്ങനെ ബ്രൗൺ സ്വിച്ചസ് സൗണ്ട് ചെയ്യുന്നു, എങ്ങനെ റെഡ് സ്വിച്ച് സൗണ്ട് ചെയ്യുന്നു എന്നുള്ളത് ചെറിയൊരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാം, കാണാം. ഇതിനകത്ത് റെഡ് സ്വിച്ചസ് ചുമ്മാ വെക്കുക മാത്രമല്ല ക്രയോ ചെയ്തിട്ടുള്ളത്, ഒരു കേസ് ഫോം കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്തൊരു ഫോം ഉണ്ട്. ഈ ഫോം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ടൈപ്പിംഗ് എക്സ്പീരിയൻസ്, രണ്ടാമത്തത് സൗണ്ട് കുറച്ചുകൂടി സ്റ്റാൻഡേർഡൈസ് ആയിട്ട് കുറച്ചുകൂടി മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കേസ് ഫോം ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫസ്റ്റ് ആൻഡ് മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യപ്പോഴുള്ള എക്സ്പീരിയൻസ് ആണ്. സ്പീഡായിട്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്തുള്ള എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. എന്നാൽ അത് സൗണ്ടിനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേസ് ഫോം ഇല്ലാത്തൊരു കീബോർഡ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വരും. അതായത് ഇങ്ങനെ കിടന്ന് ഒരു മെറ്റലിൽ കിടന്ന് അടിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു അലന്ന സൗണ്ട് വരും. അപ്പം അങ്ങനത്തെ സൗണ്ടൊന്നും വരില്ല. ഭയങ്കര സ്മൂത്താണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സൗണ്ട് ആയിരിക്കും. ഇനിയാണ് നമ്മൾ ക്രയോ ഹൈവിനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഒരു മെറ്റൽ ഫ്രെയിമിലാണ് നമ്മുടെ കീബോർഡ് മൊത്തത്തിൽ വരുന്നത്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര നന്നായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു നോബ് വരുന്നുണ്ട്. ഈ നോബ് എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇതൊരു വോളിയം നോബാണ്. നിങ്ങൾക്ക് വോളിയം കുറയ്ക്കാനും കൂട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു ബട്ടണും കൂടിയാണ്, നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ക്രയോ ഹൈവിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ക്രയോയുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക, ഇത് കണക്ട് ചെയ്യുക. ഈ കീബോർഡിൻ്റെ ലൈറ്റ് മാറ്റാൻ പറ്റും, ലൈറ്റ് കത്തുന്ന രീതി മാറ്റാൻ പറ്റും, ബ്രൈറ്റ്നസ് മാറ്റാൻ പറ്റും, ഓരോ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ക്രയോ ഹൈവിൽ മാത്രം കിട്ടുന്ന ഒരു യൂണിക് ഫീച്ചറുണ്ട്. ഇതിനകത്തുള്ള ഓരോ കീയിൻ്റെയും ലൈറ്റ് നമുക്ക് ഇൻഡിവിജ്വലി, അതായത് RGB നമുക്ക് ഇൻഡിവിജ്വലി മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ എൻ്റെ കീ ബ്ലൂ കളറിൽ കത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ കീയുടെ കളർ ബ്ലൂവിലേക്ക് എനിക്ക് മാറ്റാൻ പറ്റും. എൻ്റെ കീ മാത്രം. 3500 രൂപയ്ക്ക് കിട്ടുന്ന മറ്റ് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെ കീബോർഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ വൈസ് ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഭയങ്കര നല്ലതാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് 4 വേരിയൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ വൈറ്റ് വേരിയൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് വേരിയൻറ്റ് എടുക്കാം. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് എടുക്കാം. പണ്ടൊക്കെ ഞാൻ ഗെയിം കളിക്കുന്ന സമയത്ത് എനിക്ക് വൈറ്റ് തന്നെ വേണമായിരുന്നു. എൻ്റെ കീബോർഡ് വൈറ്റ് ആയിരിക്കണം, എൻ്റെ മോണിറ്റർ വൈറ്റ് ആയിരിക്കണം, എൻ്റെ CPU വൈറ്റ് ആയിരിക്കണം, ക്യാബിനറ്റ് വൈറ്റ് ആയിരിക്കണം, അതിൻ്റെ അകത്തുള്ള മൊത്തം എല്ലാം വൈറ്റ് തീമിൽ വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അന്ന് ഞാൻ സ്പോർട്സ് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത സമയം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലെയർ ട്വിച്ചിൽ ഫ്രോഗ്മാൻ എന്ന് പറഞ്ഞിട്ടൊരാളായിരുന്നു. അപ്പോൾ പുള്ളിക്കാർ ഉപയോഗിക്കുന്ന കണ്ടിട്ടാണ് എനിക്ക് വൈറ്റ് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഒരു കയ്പുള്ള സത്യം വളരെ വൈകി ഞാൻ അറിഞ്ഞു. അതായത് വൈറ്റിൽ അഴുക്കായി കഴിഞ്ഞാൽ മോനെ ഇരുന്നൊരച്ചോണ്ടിരിക്കാം, കുറേ നേരം പിടിക്കും. പിന്നീട് ഞാൻ വൈറ്റ് തൊട്ടിട്ടില്ല. അപ്പോൾ അത് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞു തന്നതാണ്, ഓർത്തോ. പിന്നെ ക്രയോ ഹൈവിൻ്റെ അകത്തുള്ള വേറൊരു ഫീച്ചറാണ് ആൻറ്റി ഗോസ്റ്റിംഗ് അല്ലെങ്കിൽ എൻ കീ റോൾ ഓവർ എന്ന് പറയും. നിങ്ങൾ പലയിടത്തായിട്ട് ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. ആൻറ്റി ഗോസ്റ്റിംഗ് മീൻസ് നിങ്ങളിപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നിങ്ങൾ ജെ അമർത്തണം. ജെ അമർത്താനായിട്ട് നിങ്ങൾ പ്രസ് ചെയ്ത സമയത്ത് ആക്സിഡൻ്റലി നിങ്ങളൊരു 3 കീയും കൂടി പ്രസ്സായി. പക്ഷേ നോർമൽ കീബോർഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോർമൽ മെക്കാനിക്കൽ കീബോർഡുകളാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ 3 കൂടി പ്രസ് ചെയ്യുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന കീ ചിലപ്പോൾ പ്രസ്സായെന്ന് വരില്ല. ചിലപ്പം ജെയുടെ അടുത്തിരിക്കുന്ന കെ ആയിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മളെ എനിമി കൊന്നിട്ട് പോയേക്കാം. അതിന് പകരം നമ്മൾ എങ്ങനെയൊക്കെ ഒരുമിച്ച് പിടിച്ചു കഴിഞ്ഞാലും ഓരോ ഇൻഡിവിജ്വൽ കീയും കറക്റ്റായിട്ട് രജിസ്റ്റർ ആയിരിക്കും. കീബോർഡിനെ പറ്റി പറയാനാണെങ്കിൽ ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് സോഫ്റ്റ്വെയറും കൂടി വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് മാക്രോസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഗെയിം കളിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മാക്രോ എന്തെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ ഗെയിം കളിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് മാക്രോ എന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എനിക്ക് പേഴ്സണലി ഈ ഒരു കീബോർഡിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ഇതിൻ്റെ ഈ ബിൽഡ്. ഈ ഒരു കീബോർഡിൻ്റെ പുറകിലൊരു സ്റ്റാൻഡുണ്ട്. ആക്ച്വലി നമുക്ക് കുറച്ച് മാത്രം ഒന്ന് ലിഫ്റ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ചെറിയ സ്റ്റാൻഡ് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് നല്ലപോലെ ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഈ വലിയ സ്റ്റാൻഡ് ഉപയോഗിക്കാം. എനിക്ക് ചില സമയത്ത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആംഗിളാണ് ഇഷ്ടം. എന്നാൽ ഗെയിം കളിക്കുന്ന സമയത്ത് കുറച്ചുകൂടി സ്ലാൻഡ് ആയിരിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്നാൽ ഫുൾ ഫ്ലാറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വഴങ്ങൂല, എനിക്ക് കൈ വഴങ്ങൂല.
സോ ദിസ് ഈസ് വെരി ഗുഡ്. പിന്നെ വോളിയം നോബ്. ഞാൻ പണ്ടൊക്കെ ഹെഡ്ഫോൺ വെച്ചിട്ടായിരുന്നു ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സൗണ്ട് ബാർ വന്നതിന് ശേഷം സൗണ്ട് ബാർ വെച്ചിട്ടാണ് ഗെയിം കളിക്കുന്നത്. ബിക്കോസ് ഞാൻ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഗെയിമുകളൊന്നും ഇപ്പോൾ കളിക്കുന്നില്ല. ആകെ കളിക്കുന്നത് സ്റ്റോറി മോഡ് ഗെയിമും F1 2024 ഒക്കെയാണ്. അതിനെനിക്ക് നല്ല സ്പീക്കറിൽ സൗണ്ട് വരുന്നതാണ് കൂടുതൽ താല്പര്യം. ആ സമയത്ത് ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വോളിയം നോബ് വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് സൗണ്ട് കുറയ്ക്കാൻ പറ്റും. വോളിയം നോബിലൊരു സ്വിച്ചും കൂടി ഉണ്ട്. ആ വോളിയം നോബിൽ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സൈലൻ്റ് ആവുകയും ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ക്രയോ ഹൈവ് എന്ന് പറഞ്ഞിട്ടുള്ള വയേർഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ കീബോർഡ്. ആൻഡ് ഇനി അടുത്ത് വയർലെസ് ആയിട്ടുള്ളൊരു മെക്കാനിക്കൽ കീബോർഡും കൂടി ഉടനെ നമ്മൾ റിവ്യൂ ചെയ്യും. അപ്പോൾ ആ മെക്കാനിക്കൽ കീബോർഡ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും, ബിക്കോസ് അത് വയർലെസ് ആണല്ലോ. അപ്പോൾ പൈസയും കൂടും അതിനനുസരിച്ച്. ഇൻ കേസ് നിങ്ങൾ ട്രസ്റ്റാണ് നിങ്ങൾ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾക്ക് ഈ ഒരു കീബോർഡ് മേടിക്കാവുന്നതാണ്. 3500 രൂപയ്ക്ക് നിങ്ങൾക്കൊരു മെക്കാനിക്കൽ കീബോർഡ് വേണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ഗൈ. ഗെറ്റ് ഇറ്റ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആമസോണിൽ അവൈലബിൾ ആണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടിരുന്നതായിരിക്കും. ബൈ.